മലബാർ മിൽമയുടെ വിറ്റുവരവിൽ 152.11 കോടിയുടെ വർധന. കഴിഞ്ഞ വർഷത്തെ വിറ്റുവരവായ 1222.17 കോടി രൂപയിൽ നിന്നും 1774.28 കോടി രൂപയായാണ് വർധനവ് ഉണ്ടായത്. പാൽ 5.1%, തൈര് 3.6%, നെയ്യ് 21.8%, ഐസ്ക്രീം 19.6% വിൽപ്പന വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയതുൾപ്പെടെ മേഖലാ യൂണിയന്റെ 57 വ്യത്യസ്ത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വലിയ സ്വീകാര്യത നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണിയിൽ 18.7% വർധനവോടുകൂടി 516 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. പാൽ സംഭരണത്തിൽ 11.7% വർധനയുണ്ടായി. മുൻ സാമ്പത്തിക വർഷം പ്രതിദിനം ശരാശരി പാൽ സംഭരണം 6,13,437 ലിറ്റർ ആയിരുന്നത് 2025-26 സാമ്പത്തിക വർഷം 6,85,075 ലിറ്ററായി ഉയർന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ക്ഷീരകർഷകർക്ക് പാൽ വിലയായി 1,165 കോടി രൂപ നൽകി. അധിക പാൽ വിലയായും മറ്റ് ആനുകൂല്യങ്ങളുമായും 75 കോടിയോളം രൂപയാണ് നൽകിയത്. ആകെ 1,240 കോടിയോളം രൂപയാണ് ക്ഷീരകർഷകർക്കും സംഘങ്ങൾക്കുമായി മലബാർ മിൽമ നൽകിയത്. ക്ഷീരകർഷകരുടെ വരുമാന വർധനവിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം മേഖലാ യൂണിയന് പാൽ നൽകിയ ക്ഷീരകർഷകർക്ക് വർഷം മുഴുവൻ കാലിത്തീറ്റ സബ്സിഡിയായും അനുവദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.